അപ്പോൾ ഗൈസ് നമ്മൾ പുതിയ വീഡിയോ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പുറകിലുള്ള സിംഗം ഹോളിഡേയ്സിൻ്റെ ലിയോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്, ഇത് സൈഡ് ലുക്ക്. അവിടെ കോൺക്വിസ്റ്റഡോർ ഓഫ് ക്യാമ്പസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ബാക്ക്. അവിടെ നിന്ന് സിംഗം ചേർത്തല അല്ല കൊട്ടാരക്കര അടൂർ ചേർത്തല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ സൈഡ്. നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ഇങ്ങനെ ഇവിടെ വണ്ടിയുടെ ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കണമല്ലോ. വണ്ടി സ്റ്റാർട്ടാക്കി ലൈറ്റ് ഓണാക്കാം. ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ താഴത്തെ ലൈറ്റും കൂടെ ഓണായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. മുകളിലൊരു ഏലിയനൊക്കെ ഇരിപ്പുണ്ട്. ഏലിയനൊക്കെ നമ്മുടെ ഏലിയൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അയ്യോ ആൾക്കാരൊക്കെ ഒന്ന് കയറട്ടെ. ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളിന്ന് പോകുന്നത് കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂർ വഴി സേലം പോവാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വൈറ്റ്ല സ്റ്റേഷനിലാണുള്ളത്. ഇവിടുന്ന് പുറത്തിറങ്ങി നമുക്ക് കോയമ്പത്തൂർ പോകണം. അപ്പോൾ അവിടുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവരെയൊക്കെ ഇറക്കിയിട്ട് വേറെ പിള്ളേരുണ്ട്, അവരെ കയറ്റിയിട്ട് പോകണം. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റാണല്ലേ? ഓക്കെ, നോക്കിയെടുക്കാം. വൈറ്റ്ല സെൻറ്ററാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ലെങ്ത് ആവും ചിലപ്പോൾ. 89 പിന്നെ എനിക്ക് ടോർക്ക് കുറവാട്ടോ, പിക്കപ്പ് കുറവാണ്. അപ്പോൾ ഫ്രണ്ടിലൊരു കോമറ്റ് ആണ്. കോമറ്റൊക്കെ മൊട്ട വണ്ടിയാണ് ഗൈസ്. അവിടെ അത്യാവശ്യം സ്പീഡിൽ 100-ലാണ്. അപ്പോൾ നമുക്ക് പാലക്കാട് എത്തിയിട്ട് കാണാം. അപ്പോൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ശരി, പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ 100-ലൊക്കെയാണ് വിടുന്നത് കേട്ടോ. പിന്നെ പിക്കപ്പ് കുറവാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോഴേ നമ്മുടെ കൂടെ ഒരുത്തനുണ്ട് കേട്ടോ. അവൻ ഈ വണ്ടിയുടെ ഓണറാണ്. അവൻ്റെ വോയിസ് ഇച്ചിരി കട്ടിയുള്ള വോയിസാണ്. ഓക്കെ, അവൻ എവിടെയാണെന്ന് അവനെ കാണിച്ചുതരാം. ഇറങ്ങി വാ. എടാ നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളെവിടെ എത്തി? പാലക്കാട്. വ്ലോഗ് എടുക്കാൻ പാലക്കാടാണെന്നല്ലോ ഇത്. എടാ ഞാൻ ഉറങ്ങിപ്പോയ കേട്ടോ. ബെസ്റ്റ് ഏറ്റിരിക്കണായിരുന്നു. ഞാൻ വ്ലോഗൊക്കെ എടുത്തു തുടങ്ങി. ഞാൻ എന്നെ വിളിക്കണ്ടായിരുന്നോടാ, ഞാൻ നേഴ്സായിട്ട് ഇറങ്ങിപ്പോയി. നീ എവിടെയെല്ലാം കൊണ്ട് വണ്ടി ഇടിച്ചില്ലല്ലോ? ഇല്ലടാ, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണ്. ഞാൻ നിൻ്റെ വണ്ടി എവിടെയെല്ലാം കൊണ്ട് ഇടിപ്പിക്കുന്നില്ല. നീ വല്ലതും കൊണ്ട് ഇടിപ്പിക്കുകയില്ല. പക്ഷെ ഞാനങ്ങനെ പ്രൊഫഷണൽ ഡ്രൈവറാണ്. എന്നെപ്പോലും ഓടിക്കുന്ന ഈ നാട്ടിൽ ആരുമില്ല. ഇപ്പോഴാണ് പറഞ്ഞേക്കാം കേട്ടോ. പ്രൊഫഷണൽ ഡ്രൈവർ. അതുകൊണ്ട് വണ്ടിയെ കൊണ്ട് ഇടിപ്പിക്കുമ്പോൾ കാണാം. നീ എങ്ങനെ എന്നെ താത്തി പറയലടാ. മഴ പെയ്തു തുടങ്ങിയല്ലോ. പിന്നെ ഒന്ന് ഇറങ്ങി അപ്പം മഴ പെയ്യും. ഈ നാട്ടിൽ ഇങ്ങനെയാ, മഴ പെയ്യും നമ്മളൊന്ന് വണ്ടി ഇറക്കിയത്. പക്ഷേ ഈ മഴ ഒരു 2-3 മിനിറ്റ് ഉണ്ടാവത്തുള്ളൂ. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഉടനെ മഴ തീർന്നു. എന്തുവാടാ, നിന്നെ വല്ല കാട്ടുമാക്കാൻ വിഴുങ്ങി? ഇല്ലടാ, എനിക്ക് നൈസായിട്ട് ഉറക്കാൻ വരുന്നു. ഉറങ്ങട്ടെ, നീ കോയമ്പത്തൂർ എത്തുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ശരിയടാ. അപ്പോൾ ഗൈസ് അവൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനി ഉറങ്ങിയോ? ഇപ്പോൾ അങ്ങോട്ട് പോയല്ലേ ഉള്ളൂ. സോറി, ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓട്ടോക്കറ വഴി മാറുക, എനിക്ക് പോകേണ്ടതാണ്. ഓട്ടോക്കാരൻ നൈസായിട്ട് വഴി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇച്ചിരി ഉണ്ട് കേട്ടോ. തോണ്ടടാ, കോയമ്പത്തൂർ എത്തിയേക്കടാ. ഇത്ര പെട്ടെന്ന് കോയമ്പത്തൂർ എത്തിയോ? ഞാൻ ഇപ്പം അങ്ങോട്ട് ഉറങ്ങിയതല്ലേ ഉള്ളൂ. അതെങ്ങനെയാ? ഇങ്ങനെ ഊർക്കം വിളിച്ച് കിടന്നുറങ്ങിയാൽ പെട്ടെന്ന് കോയമ്പത്തൂരിന്നൊക്കെ എത്തി എന്നൊക്കെ ഇരിക്കും. ഇതന്നെ ഇവിടെ ട്രാഫിക് ലൈറ്റോ? എടാ സ്വിഫ്റ്റുകാരാ, മാറടാ. രാജാവിന് എന്ത് ക്യൂ? നമ്മുടെ പേര് തന്നെ സിംഗം. അപ്പോഴാണ് ഞാൻ ക്യൂ നിൽക്കുന്നത്. ഓക്കെ, ഈ സൈഡിൽ കൂടെ എടുത്തോണ്ട് പോവാം. എന്നാ ഇങ്ങനെ സൈഡ് സിഗ്നലൊക്കെ കടന്നു പോകാൻ പറ്റുമോ? എടാ അതിനിപ്പോൾ എന്നാ, നമുക്ക് എത്ര വേണം സിഗ്നൽ കടന്നു പോകാം. ഇവരൊക്കെ ചുമ്മാ മര്യാദയ്ക്ക് ഓടിക്കുന്നൊക്കെ ഉള്ളൂ. എനിക്ക് ഇതായിട്ട് സിഗ്നൽ കടന്നിട്ടൊരു ബിറ്റ് പോലും കിട്ടിയിട്ടില്ല. അത് കൊള്ളാലോ. എന്നാലല്ലേ അണ്ണാ എനിക്ക് വണ്ടി ഒന്ന് ഓടിക്കാൻ തരുമോ? ഓടിക്കാനൊക്കെ തരാം, പക്ഷെ നിനക്ക് ഹെവി ലൈസൻസ് ഉണ്ടോ? ഹെവി ലൈസൻസ് ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ഒന്ന് ഓടിക്കാൻ. ഓടാ നീ ഹെവി ലൈസൻസിൽ ഓടിച്ചാൽ നിനക്ക് മാത്രമേ കുറ്റം വരത്തുള്ളൂ.
എനിക്കൊരു കുഴപ്പമില്ല. ഉഫ്, ഇവിടെ ഈ കടയുടെ പണ്ടാരം. അണ്ണാ അവിടെ സ്റ്റാൻഡ് എത്തിയില്ലോ. ആടാ സ്റ്റാൻഡ് എത്തി. ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് പോയപ്പോൾ സ്റ്റാൻഡ് എത്തിയെന്ന് അറിഞ്ഞില്ല. ഇത് ഞാൻ അങ്ങോട്ടൊന്ന് കയറ്റട്ടെ. ലെഫ്റ്റ് കയറുന്ന കയറാം. ഓക്കെ, റൈറ്റ് കയറുന്നു. നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളെവിടെ ഇവരെ ഇറക്കി വിടണ്ടേ? അവിടെയാണ്. ഇവരെ ഇറക്കി ഇവിടെ ഇറക്കി വിടാം. അണ്ണാ അപ്പൊ നമ്മുടെ ഈ ട്രിപ്പ് കഴിഞ്ഞു? ഇല്ലടാ, ഇനി സേലം പോവാൻ കിടക്കുന്നു. അപ്പൊ എന്തായാലും ഇനി എനിക്ക് ഉറങ്ങാൻ സമയമുണ്ടല്ലോ. ഇനി നീ ഇവിടെ കിടന്ന് ഉറങ്ങി കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ട ഇനി ആ സെക്കൻഡ് ഇവിടുന്ന് പുറത്തേക്കിടും. പറഞ്ഞ നാക്കെടുത്തില്ല, അപ്പത്തേക്ക് ഞാൻ ഉറങ്ങി. ഇപ്പം എന്തായാലും പുറത്തേക്ക് ഇടണ്ട. നമുക്ക് സ്ഥലത്താറൊക്കെ ആവാറായില്ലേ. അപ്പോൾ ഇപ്പോഴേ പുറത്തിറക്കി ഇവിടെ ശരിയല്ലല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ ഗൈസ് നമ്മൾ നല്ല നൈസായിട്ട് സേലം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവൻ ഇപ്പോഴും ഉറങ്ങും കേട്ടോ. അയ്യോ 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 അണ്ണാ, നമ്മളിപ്പോ എവിടെയാ? നീ ഉണർന്നോ? നമ്മൾ സേലം എത്തി. സേലം എത്തിയോ? ആടാ, കൊയമ്പത്തൂരിന് സ്ഥലത്തേക്ക് ഇച്ചിരി ദൂരേ ഉള്ളൂ. അത് ശരി. ആടാ അത് തന്നെ ശരി. ഓക്കെ, അവിടെ വണ്ടികളൊന്നും ഇങ്ങനെ സ്ലോ ആയി കളിക്കുന്നേ. ഫ്രണ്ടിൽ ബാരിക്കേഡ്സ് വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ. മറ്റേ ആ റോട്ടിൽ കൊണ്ട് ഈ മതിൽ വെക്കത്തില്ല, ആ സംഭവം വെച്ചിട്ടുണ്ട്. നമ്മളിനകത്ത് കൂടെ നൈസായിട്ട് തിരിച്ചുകൊണ്ട് പോകും. അണ്ണാ നമ്മുടെ വണ്ടി ഒരഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലടാ, ഒരഞ്ഞൊന്നുമില്ല. സൗണ്ട് കേട്ടേനെ ഒരഞ്ഞെങ്കിൽ. ശരിയാ അണ്ണാ. നമ്മളെ സ്റ്റാൻഡ് എത്താറായോടാ. സോറി അണ്ണാ. ഡാ നീ വണ്ടിയുടെ ഓണറാണെന്നേ ഉള്ളൂ. ഞാൻ നിന്നേക്കാളും മൂത്തതാ. എനിക്ക് നാണമില്ലേടാ ഓണറായിട്ട് വണ്ടിയിൽ കിടന്ന് പോത്ത് പോലെ കിടന്ന് ഉറങ്ങാൻ. ഇതൊക്കെയല്ലേ അണ്ണാ രസം. നിന്റെ രസമൊക്കെ ഞാൻ സാമ്പാറാക്കി തരാം. അയ്യോ അണ്ണാ, എനിക്ക് സാമ്പാറിന് ഇഷ്ടമില്ല അണ്ണാ. നിനക്ക് ഞാൻ സാമ്പാറടാ, എനിക്ക് ഞാൻ തീയലാക്കി തരാണ്. അതാണ്ടാ നമ്മളെ സ്റ്റാൻഡ് എത്തി. ഇനിയെങ്കിലും ഒന്ന് മിണ്ടായിരിക്കും. ശരി അണ്ണാ, ഔട്ടറൊക്കെ എടുക്ക്. ശരി. നമ്മൾ വേണ്ടേ ഇവിടെയാണ് ആൾക്കാരെ ഇറക്കേണ്ടത്. അവിടെ ഒരു ചേച്ചി നടന്നു പോകണല്ലോ. ഇതന്നെ ആൾക്കാർ. ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കാണാം. ബൈ.